ഇന്ന് നമ്മുടെ സ്ലീവാച്ചൻ്റെ മാമുദീസയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ മാമുദീസ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഒന്നും വിളിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷൻ വെക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ലീവാച്ചൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമ്മുടെ ജിജോയും നിമ്മിയും ആയിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ പിടിച്ചാക്കിയതാണ്. മാമുദീസ വെള്ളം തലയിൽ വീഴുമ്പോൾ പിള്ളേർ കരയും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഇത് ആ റേഞ്ചിനുമൊക്കെ അപ്പുറമായിരുന്നു കേട്ടോ. സകല മനുഷ്യരെയും കൊണ്ട് പറയിപ്പിച്ചു എന്ന് വേണേൽ പറയാം കേട്ടോ. അച്ഛൻ സഹിതം വന്ന ക്യാമറാമാൻ സഹിതം സകല ആൾക്കാരും പറഞ്ഞു. പല മാമുദീസയ്ക്കും പോയിട്ടുണ്ട്, ഇതുപോലെ കരയുന്ന ഒരു കൊച്ചിനെ ആദ്യമായിട്ടാണ് കണ്ടത്. എന്താ അവന് പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവൻ്റെ ഈ കരച്ചിൽ കാരണം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനിലായിരുന്നു മാമുദീസയുടെ സമയത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പള്ളിയിലെ ഒരൊറ്റ ഫോട്ടോ നല്ലത് കിട്ടിയിട്ടില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ വൈകിട്ടത്തേക്ക് നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു പ്രോഗ്രാംസും അതുപോലെ ഏറ്റവും അടുത്തുള്ള കുറേ ആൾക്കാരും പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പൊറോട്ടയും അതുപോലെ തന്നെ കപ്പ ബിരിയാണിയൊക്കെ ആയിരുന്നു നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്.